ഹായ് ഓൾ. അപ്പോൾ നമ്മൾ 61ാമത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. ലൈസൻസ് ഫോർ ഹോൾസെയിൽ ഓഫ് ഡ്രഗ്സ് സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ എക്സ് ഈസ് ഇഷ്യൂഡ് ഇൻ. അപ്പോൾ ഷെഡ്യൂൾ എക്സിൻ്റെ ആണ്, എക്സ് നാർക്കോട്ടിക് ഡ്രഗ്സിൻ്റെ, അതിൻ്റെ ചോദിച്ചിരിക്കുന്നത് ഹോൾസെയിലിൻ്റെയാണ്. അത് 20G ആണ് ആൻസർ ഹോൾസെയിലായിട്ട് വരുമ്പോൾ. പക്ഷെങ്കിൽ റിറ്റെയിലാണെങ്കിലോ 20F ആയിരിക്കും ആൻസർ. ഈ വർഷം ചോദിച്ചിരിക്കുന്നത് റിറ്റെയിലായിരുന്നു, 20F ആണ്. അപ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ചില വർഷം നമുക്ക് ഹോൾസെയിൽ ചോദിക്കാം, ചില വർഷം റിറ്റെയിൽ ചോദിക്കാം. അപ്പോൾ എല്ലാം പഠിച്ചിരിക്കണം. ഇവിടെ ചോദിക്കുന്നത് ഹോൾസെയിലാണ്, ഷെഡ്യൂൾ G ആണ്, ഫോം 20G ആണ് 61ൻ്റെ ആൻസർ. നെക്സ്റ്റ്, anyone who contravenes any provision of the Drug and Magic Remedies Act shall on first conviction. അപ്പോൾ ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ടിൻ്റെ ഫസ്റ്റ് കൺവിഷൻ, ആദ്യത്തെ പ്രാവശ്യമുള്ള ഫൈനാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ സി ആണ്, 6 months ഓഫ് ഇംപ്രിസൺമെൻറ്റ് ഓർ ഫൈൻ ബോത്ത്. 6 മാസം തടവും അല്ലെങ്കിൽ ശിക്ഷയാണ് ഫസ്റ്റ് കൺവിക്ഷൻ, ആദ്യത്തെ ശിക്ഷ എന്ന് പറയുന്നത്. സെക്കൻഡ് കൺവിക്ഷൻ ചോദിച്ചാൽ ഈ വർഷം, അതാണ് സെക്കൻഡ് കൺവിക്ഷനാണ് ഈ വർഷം ചോദിച്ചത്, അത് 1 year അല്ലെങ്കിൽ ഫൈനാണ് ആൻസർ. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് കൺവിക്ഷൻ 6 months ഓഫ് ഇംപ്രിസൺമെൻറ്റ് ഓർ ഫൈൻ ബോത്ത്, അല്ലെങ്കിൽ സെക്കൻഡ് കൺവിക്ഷൻ ചോദിച്ചാൽ രണ്ടാമത്തെ സെക്കൻഡ് പ്രാവശ്യം ആണെങ്കിൽ അത് 1 year ആവും. അടുത്ത ചോദ്യം, ഒഫൻസസ് കമ്മിറ്റഡ് അണ്ടർ NDPS ആക്ട് 1985 ഷാൾ ബി ട്രയബിൾ ബൈ ദ സ്പെഷ്യൽ കോർട്ട്. അപ്പോൾ സ്പെഷ്യൽ കോർട്ടിൻ്റെ NDPS ആക്ട്, അപ്പോൾ എപ്പോഴും ഓർക്കുക, നാർക്കോട്ടിക് ഡ്രഗ്സിൻ്റെ എപ്പോഴും ശിക്ഷ കൂടുതലായിരിക്കും, കൂടുതൽ വർഷം ആയിരിക്കും, 3 yearsലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ, മോർ ദാൻ 3 years ആണ് സ്പെഷ്യൽ കോർട്ടിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത്. അടുത്ത, ഇൻട്രാ യൂട്ടേറിയൻ ഡിവൈസ് ആർ ടെസ്റ്റഡ് അറ്റ്. അത് സെൻട്രൽ ഡ്രഗ്സ് ടെസ്റ്റിംഗ് ലബോറട്ടറി താനെയിലാണ് ഇൻട്രാ യൂട്ടേറിയൻ ഡിവൈസ് ടെസ്റ്റ് ചെയ്തത്. ടീയിലും ഒരു താനയിലും രണ്ടിലും ടി ഉണ്ടത് ആലോചിച്ചാൽ മതി. അടുത്തത്, ലോൺ ലൈസൻസ് ഈസ് ഇഷ്യൂഡ് അണ്ടർ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് ഫോർ ദ മാനുഫാക്ചർ ഓഫ് ഡ്രഗ്സ് അതർ ദാൻ ദോസ് സ്പെസിഫൈഡ് ഇൻ. അപ്പോൾ ലോൺ ലൈസൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് മാനുഫാക്ചറിൻ്റെ. അപ്പോൾ ഷെഡ്യൂൾ സിക്കും C1നും എക്സിനും ഓൾ ദ എബോ എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ ഓൾ ദ എബോ ആണ് ആൻസർ. അടുത്തത്, ഡ്രഗ് ഇൻസ്പെക്ടർ ഷോൾ ഇൻറ്റിമേറ്റ് ദ പർപ്പസ് ഓഫ് ടേക്കിംഗ് ഡ്രഗ് സാമ്പിൾ ടു ദ പേഴ്സൺ കൺസേൺ. അതായത് ഡ്രഗ് ഇൻസ്പെക്ടർ അത് സാമ്പിൾ എടുക്കുന്നത് ഷെഡ്യൂൾ ഫോം നമ്പർ 17 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത, ഫസ്റ്റ് സെൻട്രൽ കൗൺസിൽ വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഇൻ 1949 ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്.